200-ലധികം യുദ്ധവിമാനങ്ങളെ പ്രവർത്തനത്തിന് സജ്ജമായി നിലനിർത്താൻ ഇന്ത്യൻ വ്യോമസേനയുടെ മാസ്റ്റർ സ്ട്രോക്ക്. ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള പിരിമുറുക്കം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുഹോയ് 30 MKI ഫ്ലീറ്റിൽ 250-ലധികം വിമാനങ്ങളുണ്ട്. 2024 വിതരണ ശൃംഖലയിലെ വെല്ലുവിളികൾ ഫ്ലീറ്റിൻ്റെ അറ്റകുറ്റപ്പണി പരിപാടികൾക്ക് അപകട സാധ്യതകൾ സൃഷ്ടിച്ചു. ഇത് വ്യോമസേനയുടെ പ്രവർത്തന വേഗതയെ ബാധിച്ചേക്കാം. ഇന്ത്യയുടെ മുൻനിര എയ്റോസ്പേസ് പ്രതിരോധ നിർമ്മാതാക്കളായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് തങ്ങളുടെ സുഹോയ് 30 MKI യുദ്ധവിമാനങ്ങളുടെ വിതരണ ശൃംഖലയിലെ തടസ്സങ്ങൾ വിജയകരമായി മറികടക്കുന്നതിൽ പ്രധാന പുരോഗതി കൈവരിച്ചു. ഉക്രൈനുമായുള്ള സംഘർഷം കാരണം 2024 റഷ്യയിൽ നിന്ന് ഭാഗങ്ങളും ഘടകങ്ങളും നേടുന്നതിനുള്ള പ്രക്രിയ ഒരു വെല്ലുവിളിയായിരുന്നുവെന്ന് ഫ്ലൈറ്റ് ഗ്ലോബലിൽ സംസാരിക്കവേ HAL ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ DK സുനിൽ പറഞ്ഞു. എന്നിരുന്നാലും വർഷങ്ങളായി സ്ഥിതി സുസ്ഥിരമായി. ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്രണ്ട് ലൈൻ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളെ നിലനിർത്തുന്നതിന് ആവശ്യമായ നിർണായക സ്പെയറുകളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കി. ഇന്ത്യൻ വ്യോമസേനയുടെ ഫ്ലീറ്റുകളുടെ പ്രധാന ആശ്രയമായ സുഹോയ് 30 MKI അറ്റകുറ്റപ്പണികൾക്കും പ്രവർത്തന സന്നദ്ധതയ്ക്കും റഷ്യയിൽ നിർമ്മിച്ച ഘടകങ്ങളെയും ഭാഗങ്ങളെയും ആശ്രയിക്കുന്നു എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. 2024 ഹാൾ സ്വയം പ്രതിരോധ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകിയതിനാൽ ഈ സപ്ലൈകൾ നേടുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിട്ടു. ഇത് ഹാളിൻ്റെ കയറ്റുമതി ശേഷിയെ ബാധിച്ചു. നിലവിലുള്ള ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിൽ റഷ്യൻ നിർമ്മാതാക്കൾ ആഭ്യന്തര ആവശ്യകതകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ട് സുനിൽ പറഞ്ഞു, അവരുടെ പ്ലാന്റുകൾ സ്വന്തം ആവശ്യങ്ങൾക്കായി പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കുന്നതിനാൽ അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും റഷ്യൻ വിതരണക്കാരുമായി HAL നടത്തിയ സജീവമായ ഇടപെടൽ നല്ല ഫലങ്ങൾ നൽകി. ഞങ്ങൾ അവരുമായി പതിവായി ചർച്ചകൾ നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് സാധനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് സുനിൽ ഫ്ലൈറ്റ് ഗ്ലോബലിനോട് പറഞ്ഞു. 250-ലധികം വിമാനങ്ങൾ ദൗത്യത്തിന് തയ്യാറായി തുടരുന്നു. വിതരണ ശൃംഖലയുടെ സ്ഥിരത ഒരു പ്രധാന സംഭവ വികാസമാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ സുഹോയ് 30 MKI ഫ്ലീറ്റ് പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കി. സുഹോയ് 30 MKI ഫ്ലീറ്റിൽ 250-ലധികം വിമാനങ്ങളുണ്ട്. 2024 വിതരണ ശൃംഖലയിലെ വെല്ലുവിളികൾ ഫ്ലീറ്റിൻ്റെ അറ്റകുറ്റപ്പണി പരിപാടികൾക്ക് അപകട സാധ്യതകൾ സൃഷ്ടിച്ചു. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പ്രവർത്തനശേഷിയെ ബാധിച്ചേക്കാം. എന്നിരുന്നാലും സ്പെയർ പാർട്സുകളുടെയും ഘടകങ്ങളുടെയും തുടർച്ചയായ വിതരണം ഉറപ്പാക്കാനുള്ള ഹാളിൻ്റെ ശ്രമങ്ങൾ IAFൻ്റെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള അതിൻ്റെ പ്രതിബദ്ധതയെ അടിവരയിടുന്നു. ആധുനിക യുദ്ധം വലിയ തോതിലുള്ള കരപ്രവർത്തനങ്ങളിൽ നിന്ന് കൃത്യതയോടെ പ്രവർത്തിക്കുന്ന വ്യോമനാവിക ആധിപത്യത്തിലേക്ക് മാറിയിരിക്കുന്നു. ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആഗോള സംഘർഷങ്ങളിലും ഇന്ത്യയുടെ സ്വന്തം ഓപ്പറേഷൻ സിന്ദൂറിലും ഇത് കാണപ്പെടുന്നു. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികൾ നേരിടുന്ന ഇന്ത്യ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയാണ്. സായുധ സേനയെ ആധുനികവൽക്കരിക്കുന്നതിനും വർദ്ധിച്ചു വരുന്ന ഹൈടെക് യുദ്ധത്തിൽ മുന്നേറുന്നതിനുമായി നൂതന യുദ്ധവിമാനങ്ങൾ, മിസൈൽ സംവിധാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, മറ്റ് അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവയിൽ സർക്കാർ വൻതോതിൽ നിക്ഷേപം നടത്തുന്നു. ഇന്ത്യക്ക് ഒരു പ്രധാന മുൻഗണന അതിൻ്റെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം നവീകരിക്കുക എന്നതാണ്. നിലവിൽ ഇന്ത്യൻ വ്യോമസേന 31-32 സ്ക്വാഡ്രണുകൾ പ്രവർത്തിപ്പിക്കുന്നു. ആവശ്യമായ 41-42 എന്നതിനേക്കാൾ വളരെ കുറവാണിത്. പ്രതിരോധ സ്ഥാപനത്തിനുള്ളിൽ ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. ഇതിന് മറുപടിയായി സർക്കാരും പ്രതിരോധ മന്ത്രാലയം ഈ വിടവ് സജീവമായി പരിഹരിക്കുന്നു. 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് മൾട്ടി റോൾ വിമാനങ്ങളുടെ ഉൽപ്പാദനം വേഗത്തിലാക്കിയിട്ടുണ്ട്. വർഷാവസാനത്തോടെ ഡെലിവറികൾ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ആധുനികവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി സൂപ്പർ 30 പദ്ധതി പ്രകാരം ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു മൂലക്കല്ലായ സുഹോയ് 30 MKI യുദ്ധവിമാനം നവീകരിക്കുന്നതിനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആവിഷ്കരിച്ചിട്ടുണ്ട്. സൂപ്പർ 30 പദ്ധതി എന്താണ്? റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 4.5 ജനറേഷൻ യുദ്ധവിമാനമായ സുഹോയ് 30 MKI ആധുനിക യുദ്ധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒരു പ്രധാന നവീകരണത്തിന് ഒരുങ്ങിയിരിക്കുന്നു. സൂപ്പർ 30 പ്രോഗ്രാമിന് കീഴിൽ അടുത്ത 3-4 വർഷത്തിനുള്ളിൽ 84 ജെറ്റുകൾ നവീകരിക്കും. ഏകദേശം $2.4 മുതൽ $7.8 ബില്യൺ വരെ ചിലവ് കണക്കാക്കുന്നു എന്ന് ഇന്ത്യ ഡിഫൻസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു. നവീകരണത്തിന് ശേഷം സുഹോയ് 30 MKI 2055 വരെ പ്രവർത്തനക്ഷമമായി തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 5ാം തലമുറ യുദ്ധവിമാന പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അടുത്ത ദശകത്തിനുള്ളിൽ തദ്ദേശീയമായി നിർമ്മിച്ച 5ാം തലമുറ യുദ്ധവിമാനം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ DRDOയും ഹാളും അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് AMCA പദ്ധതി ആരംഭിച്ചു. നവീകരിച്ച സുഹോയ് 30 MKI എങ്ങനെ കൂടുതൽ മാരകമാകും?
സുഹോയ് 30 പദ്ധതിയിൽ DRDO വികസിപ്പിച്ചെടുത്ത വിരൂപാക്ഷ റഡാർ എന്നറിയപ്പെടുന്ന ഗാലിയം നൈട്രേറ്റ് അടിസ്ഥാനമായുള്ള ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അറേ റഡാറിൻ്റെ സംയോജനം ഉൾപ്പെടുന്നു. 300-400 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താൻ ഇത് പ്രാപ്തമാണ്. കൂടാതെ സുഹോയ് 30 MKI കോക്പിറ്റ് പൂർണ്ണമായും ഡിജിറ്റൈസ് ചെയ്യപ്പെടും. കൂടാതെ 300 കിലോമീറ്റർ അകലെ നിന്ന് ശത്രുക്കളെ നേരിടാൻ പ്രാപ്തിയുള്ള ആസ്ട്ര MK2, ആസ്ട്ര MK3, ഗാൻഡീവ പോലുള്ള തദ്ദേശീയ എയർ ടു എയർ മിസൈലുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കും. പാകിസ്ഥാൻ്റെ F-16 വിമാനങ്ങളെ മറികടക്കാൻ ഇതിന് കഴിയുമോ? സുഹോയ് 30 MKI നവീകരിക്കുന്നത് അതിൻ്റെ പോരാട്ടശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ഇത് പാകിസ്ഥാനിലും ചൈനയിലും സമ്മർദ്ദം ചെലുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 2019 ബാലാക്കോട്ട് വ്യോമാക്രമണത്തിൽ റഡാർ പരിമിതികൾ കാരണം പാകിസ്ഥാൻ്റെ F-16 വിമാനങ്ങളെ നേരിടാൻ സുഹോയ് 30 MKI പരാജയപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ആസൂത്രിതമായ നവീകരണത്തിലൂടെ ഈ പോരായ്മകൾ പരിഹരിക്കപ്പെടും. F-16 പോലുള്ള എതിരാളികളുടെ ജെറ്റിൽ നിന്നുള്ള ഭീഷണികളെ നിർവീര്യമാക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ആധുനിക വ്യോമ പ്രതിരോധ ശേഷികളിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചുകൊണ്ട് അടുത്ത തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടരുന്നു. നിലവിൽ 1,70,000 അംഗബലമുള്ള ഇന്ത്യൻ വായുസേന ലോകത്തിലെ ഏറ്റവും വലിയ 4ാമത്തെ വായുസേനയാണ്. ഇന്ത്യൻ എയർഫോഴ്സ് ആക്ട് അനുസരിച്ച് 1932 ഒക്ടോബർ 8 ഇന്ത്യൻ വ്യോമസേന രൂപീകൃതമായി. തുടക്കത്തിൽ 6 ഓഫീസർമാരും 19 എയർമാൻമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ എളിയ രീതിയിലാണ് തുടക്കമെങ്കിലും 5 വർഷത്തിനുള്ളിൽ ഫ്ലൈറ്റുകളുടെ എണ്ണം 3 ഉയരുകയും ഒരു സ്ക്വാഡ്രൺ നിലവിൽ വരികയും ചെയ്തു. 1937 വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിലും 39 ബർമ മുന്നണിയിൽ ഗോത്രവർഗ്ഗങ്ങൾക്കെതിരെയും വ്യോമസേന പ്രവർത്തന നിരതമാവുകയുണ്ടായി. ഇവയായിരുന്നു യുദ്ധകാലത്ത് ഭാരതീയ വായുസേനയുടെ ആദ്യകാലത്തെ പ്രായോഗിക അനുഭവം. 2ാം ലോക മഹായുദ്ധത്തിലെ സജീവ പങ്കാളിത്തത്തോടെ ഇന്ത്യൻ വ്യോമസേന ഏറെ പ്രായോഗിക അനുഭവങ്ങൾ നേടുകയും വികാസം പ്രാപിക്കുകയും ചെയ്തു. 2ാം ലോക മഹായുദ്ധം അവസാനിക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 9 സ്ക്വാഡ്രണുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. അതിനും പുറമെ ഒരു ചരക്ക് കയറ്റിറക്ക സ്ക്വാഡ്രണും രൂപം കൊണ്ട് വരുന്നുണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ വഹിച്ച ധീരമായ പങ്ക് കണക്കിലെടുത്ത് ഈ സേനയ്ക്ക് റോയൽ എന്ന ബഹുമതി പദം നൽകിയതോടെ ഇതിൻ്റെ പേര് റോയൽ ഇന്ത്യൻ എയർഫോഴ്സ് എന്നായി മാറി. ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ സേനയുടെ പേര് ഇന്ത്യൻ വ്യോമസേന എന്ന് മാറി. പുതിയ പ്രതീകങ്ങളും ചിഹ്നങ്ങളും പ്രത്യക്ഷപ്പെട്ടു. എയർ മാർഷൽ സുബ്രതോ മുഖർജി ഇന്ത്യൻ വ്യോമസേന മേധാവിയായി 1954 നിയമിതനായതോടെ വ്യോമസേനയുടെ ഭാരതീയവൽക്കരണം പൂർത്തിയായി. പിന്നീട് ഇങ്ങോട്ട് വ്യോമസേനയുടെ വളർച്ചയുടെ കാലമായിരുന്നു. 1965 പാകിസ്ഥാൻ ആക്രമണം ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷണമായിരുന്നു. അതുപോലെ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മറ്റൊരു അഗ്നി പരീക്ഷണമായിരുന്നു. അവിചാരിതമായി പാകിസ്ഥാൻ മിന്നലാക്രമണം നടത്തിയതെങ്കിലും കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഏറെ നേരം വേണ്ടി വന്നില്ല. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം പ്രധാനപ്പെട്ട 4 യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും അതിവിശാലമായ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന അതിർത്തികളിലും വിഭിന്ന കാലാവസ്ഥകളിലും ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ ഫലമായി ഇന്ന് ഇന്ത്യൻ വ്യോമസേന ശക്തിയിലും കഴിവിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിലും ഒരു വൻ ശക്തിയായി വളർന്നിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയിലെ പൈലറ്റുകൾ തികച്ചും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും അതിസൂക്ഷ്മത നിറഞ്ഞതും അത്യാധുനികവുമായ യുദ്ധവിമാനങ്ങൾ പറത്തുന്നതിലും അവ ശത്രു രാജ്യങ്ങൾക്ക് നേരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനുമെല്ലാം പരിശീലനം നേടിക്കഴിഞ്ഞിരിക്കുന്നു. യുദ്ധവിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിലും യുദ്ധവിമാന നിർമ്മാണ രംഗത്തും ഇന്ത്യൻ വിദഗ്ധന്മാർ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. വിമാനത്തിൻ്റെ രൂപകൽപ്പന, വികസനം, നിർമ്മാണം എന്നിവ സുദീർഘമായ ഒരു പ്രക്രിയയാണ്. വളരെയേറെ മുതൽ മുടക്കം അതിനാവശ്യമാണ്. വ്യോമസേനയുടെ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിൽ തേജസ്, സുഖോയ്, MKI, ഫോക്സ്, AJT, സിതാര, AJT തുടങ്ങിയ വിമാനങ്ങളും AHL, ധ്രുവ്, രുദ്ര, LCH തുടങ്ങിയ ഹെലികോപ്റ്ററുകളും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്.